108 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 108 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഓക്കെ, അപ്പോൾ ഇത് എത്ര ദൂരം സഞ്ചരിക്കും എന്ന് ചോദിച്ചിട്ട് ആ ഉത്തരം മീറ്ററിലാണ് തന്നേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഓപ്ഷൻസ് എല്ലാം മീറ്ററിലല്ലേ. അപ്പം 1 മിനിറ്റ് കൊണ്ട് എത്ര മീറ്റർ സഞ്ചരിക്കും എന്നതല്ലേ ചോദ്യം. മക്കളെ, ഇത് ചെയ്യാൻ ഒരു മാർഗ്ഗം ഇതാണ്, ശ്രദ്ധിച്ച് കേട്ടേ. ഇത് km/h തന്നേക്കുന്നത്. നമുക്കിതിനെ മീറ്റർ പെർ മിനിറ്റിലേക്ക് മാറ്റാം. എന്തിലേക്ക് മാറ്റാം? മീറ്റർ പെർ മിനിറ്റിലേക്ക്. അപ്പോൾ km/h കിടക്കുന്നതിനെ മീറ്റർ പെർ മിനിറ്റിലേക്ക് മാറ്റാൻ × 50/3 ചെയ്യണം. ഇതാണ് ഇക്വേഷൻ. കാണാതെ പഠിച്ചോണം കേട്ടോ. km/h കിടക്കുന്നതിനെ മീറ്റർ പെർ മിനിറ്റിലേക്ക് മാറ്റാൻ × 50/3. അങ്ങനെയാണെങ്കിൽ 108 × 50/3 എന്ന് വരും അല്ലേ? യെസ്. ഇതും കൂടെ വെട്ടിക്കളയാം. 10 3 തവണ, 18 6 തവണ ആണോ? സോ 36 × 50 എന്നാണ് കിട്ടുന്നത്. നമ്മുടെ ആൻസർ നമുക്ക് 1800 മീറ്റർ പെർ മിനിറ്റ് എന്ന് കിട്ടും. കണ്ടോ? അതായത് km/h കിടക്കുന്നതിനെ ഞാൻ മീറ്റർ പെർ മിനിറ്റിലേക്ക് മാറ്റി അതിന് 50/3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എനിക്ക് മീറ്റർ പെർ മിനിറ്റ് കിട്ടി. അപ്പോൾ 108 km/h 1800 മീറ്റർ പെർ മിനിറ്റ്. 1800 മീറ്റർ പെർ മിനിറ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1 മിനിറ്റിൽ 1800 മീറ്റർ സഞ്ചരിക്കും എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ 1 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്ന് ചോദിച്ചാൽ 1800 മീറ്റർ സഞ്ചരിക്കുമെന്ന് അവിടുന്ന് മനസ്സിലാക്കാം. ഇനി കണക്ക് വേറൊരു രീതി ചെയ്യാം. 108 km/h വേഗത എന്ന് പറഞ്ഞാൽ എന്താ? 1 മണിക്കൂറിൽ 108 കിലോമീറ്റർ എന്നല്ലേ? 1 മണിക്കൂറിൽ 108 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റിൽ 108 3 0 ഇത്രയും മീറ്റർ എന്നല്ലേ? ആണോ? 108 km/h എന്ന് പറഞ്ഞാൽ അതായത് 1 മണിക്കൂറിൽ 108 കിലോമീറ്റർ. ഇനി 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് അല്ലേ? 60 മിനിറ്റിൽ 108 കിലോമീറ്റർ. 60 മിനിറ്റിൽ 108 കിലോമീറ്ററിനെ മാറ്റിയാൽ 1 കിലോമീറ്റർ 1000 മീറ്റർ അല്ലേ? അപ്പോൾ 108 കിലോമീറ്റർ എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ 108 × 1000. കേട്ടോ? അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം, 60 മിനിറ്റിൽ 108 3 0 മീറ്റർ, അതായത് 1,80,000 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ എത്ര മീറ്റർ എന്ന് കണ്ടുപിടിക്കാം? 1 മിനിറ്റിൽ കണ്ടോ, ഇങ്ങനെ എഴുതിയിട്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി. 1 × 108 3 0 ഡിവൈഡഡ് ബൈ 60. ഇത് വെട്ടിക്കളയുമ്പോൾ ഉത്തരം 1800 മീറ്റർ എന്ന് കിട്ടിക്കോളും. കണ്ടോ? സോ ആൻസർ ഓപ്ഷൻ എ എന്ന് വന്നോളും. ഇങ്ങനെ 2 രീതിയിൽ ചെയ്യാം. ഇനിയുണ്ട് മാർഗ്ഗങ്ങൾ. താങ്ക് യു പറയുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ. നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട്. JOSEKAPPEN. ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക, സ്പേസ് ഇടാതെ. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ എന്താ മെച്ചം എന്ന് ചോദിച്ചാൽ നമ്മളിടുന്ന യൂട്യൂബിൻ്റെ ക്ലാസ്സുകളൊക്കെ മിസ്സാവാതിരിക്കും, കറക്റ്റ് അപ്ഡേഷൻസ് ലഭിക്കും. അപ്പോൾ എപ്പോഴും വേഗത്തിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് അപ്ഡേഷൻസ് മിസ്സാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം. താങ്ക്